മകള് യാത്രയാവുന്നതിന് മുമ്പ് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ അമ്മയോട്? എന്നോട് തലേന്ന് വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചത് ഒരു 1.5 മണിക്കൂർ. അന്നേരം നല്ല ഹാപ്പിയിലായിരുന്നു കൊച്ച്. ബാക്കിയൊക്കെ ശരിയായി, ഇനി സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി, അങ്ങനെയാണ് പറഞ്ഞത്. ശരിയാ, 1.5 മാസം മുമ്പ് വിഷയം ഉണ്ടായി. ഞാൻ ഓടി വാന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞോണ്ട് വിളിച്ചു. അപ്പൊ ഞങ്ങൾ രാത്രിയായിരുന്നു മരു കഴിഞ്ഞപ്പോ. അപ്പൊ എനിക്ക് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലായിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് കരഞ്ഞു നിലവിളിച്ച് അവിടെ എത്തി. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വളരെ സങ്കടം തോന്നിയൊരു വാർത്ത എൻ്റെ നാടിനടുത്തുണ്ടായി. എൻ്റെ നാടിനടുത്ത് കുറ്റിപ്പുറത്തൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ നഴ്സായിരുന്ന ഒരു അമീന എന്ന് പേരുള്ള 23 വയസ്സുള്ള നഴ്സ്, വളരെ പാവപ്പെട്ട കുടുംബത്തിലെ നഴ്സാണ്. അപ്പോൾ അവർ 2.5 വർഷമായിട്ട് കുറ്റിപ്പുറത്തൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവർ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ച് അവിടുത്തെ ജനറൽ മാനേജർ അത് കൊടുത്തില്ല. അങ്ങനെ ആ കുട്ടിക്ക് സഹിക്കാൻ കഴിയാതെ ആ കുട്ടി കഴിഞ്ഞ 12-ാം തീയതി ജീവനൊടുക്കിയൊരു വാർത്ത ഉണ്ടായിരുന്നു. ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ഇന്നലെ ആ കുട്ടിയുടെ ഒരുപാട് സംസാരിച്ചു. പാവം തോന്നി. എന്തൊരു വളരെ പാവപ്പെട്ട ഒരു കുടുംബം, എറണാകുളം ആ ഭാഗത്താണ് അവർ താമസമുള്ളത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ ആ കുടുംബത്തെ, ആ പാവപ്പെട്ട കുടുംബത്തിന് അത്താണിയായിട്ട് നിൽക്കേണ്ട ഒരു കുട്ടിയാണ്. ആ കുട്ടി അങ്ങനെ തന്നെ പ്രതീക്ഷ തന്നെ ഇരുന്നു. അവിടെ 2.5 വർഷമായിട്ട് സഹിച്ചു നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ജനറൽ മാനേജർ തയ്യാറായില്ല എന്നാണ് പറയണത്. അന്ന് അത് അവസാനം, കാരണം വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു. ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് പോവുക, പിന്നെ വിദേശത്ത് പോവുക, കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റുക. പക്ഷേ അങ്ങനെ ഒരു കടുത്ത നിലപാടെടുത്തപ്പോൾ എന്തോ ഈ കുട്ടിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ കുട്ടി ജീവനൊടുക്കി. ഇപ്പോൾ ആ ചെങ്ങൈനെ അറസ്റ്റിലായി. ജനറൽ മാനേജറിനൊക്കെ അവിടുന്ന് സസ്പെൻഡ് ചെയ്ത് അയാളിപ്പോൾ ഇന്നലെ കൽപ്പകഞ്ചേരിയിലെ അയാളുടെ ബന്ധുവീട്ടിൽ നിന്ന് അറസ്റ്റിലായി. അബ്ദുറഹീം എന്ന് അങ്ങനെ പേര്. ഞാൻ ആ ഉപ്പാട് സംസാരിച്ചു. നമ്മുടെ നാടിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഹൃദയം നുള്ളുന്ന വേദനയിലാണ് ആ ഉപ്പ സംസാരിച്ചത്. ഇത് പോരാൻ 2 ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവള് ജോലി മതിയാക്കിയിട്ട് വരാനേ. ഡോക്ടർ നഹാസാറിന് ഷർട്ട് മേടിച്ചു കൊടുത്ത ലഡു മേടിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് തലേദിവസം വിളിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞല്ലേ ലഡു കൊടുക്കാൻ. 9 ലഡു വേണം പിള്ളേർക്കൊക്കെ കൊടുക്കാൻ. ഇതെല്ലാം ചെയ്ത് നഹാസാറിന് 100 രൂപയുടെ ഡയറി മിൽക്ക് മേടിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞു ഷർട്ടിന്റെ അകത്ത്. അവിടെ ജോലി മതിയാക്കിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു അതോ വിദേശത്ത് പോകാനായിരുന്നു? വിദേശത്തേക്ക് പോകാൻ വേണ്ടി എല്ലാം പേപ്പർ റെഡി ആക്കി. ഇവിടെ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ആശുപത്രി വന്നിട്ട് അങ്ങനെ പോവാന്ന് കരുതിയിട്ടായിരുന്നു പേപ്പർ റെഡി ആക്കി. അപ്പൊ അതിനിടക്ക് എന്താണ് ശരിക്കും ഇത്രയും മാനസികമായിട്ട് വിഷമിക്കാൻ മാത്രം സംഭവിച്ചത്? മാനസികമായി നമ്മുടെ അതിന്റെ ഇത് കൊടുക്കില്ലാന്ന് പറഞ്ഞു. ഈ ജനറൽ മാനേജറുടെ പല കുട്ടികളും ആരോപണം ഉന്നയിച്ചേക്കണം ഇത് നേരത്തെ. ഇയാളെ മാറ്റില്ല. ഇയാൾ വന്ന പിന്നെ നല്ല ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആശുപത്രി. അതുകൊണ്ട് ഇയാളെ മാറ്റൂല മാനേജ്മെന്റ്. പിള്ളേർക്ക് ഭയങ്കര പീഡന, ഓവർ ടൈം പണിയാണ്. കാഷ്വാലിറ്റിയിൽ നിൽക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ പണി കഴിഞ്ഞിട്ട്. മുള്ളാനും തൂറാനും നേരമില്ല അവള്. അവൾക്ക് എത്ര സാലറി കൊടുത്തിരുന്നവര്? ആദ്യം കയറിയപ്പോ 2000, പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് 2 മാസം 3000. അത്രേ ആകെ ശമ്പളം കൊടുക്കുന്നുള്ളൂ. അതേ ഉള്ളൂ. അതിന്റെ ചെലവും പോകും. ചെലവ് താഴെ ക്യാൻറ്റീൻ ഉണ്ട്. അതിന്റെ ക്യാൻറ്റീൻ ചായ എല്ലാം കുടിക്കണം. പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മളെ കൊച്ചു ത്യാഗം ചെയ്തായി. നമ്മുടെ അവസ്ഥയെ കണ്ടിട്ടേ സാമ്പത്തികം ഇല്ലാത്ത ആളാണ്. മൂത്ത വെച്ച് ഫാർമസിയാ പഠിച്ചത്. അത് വേറെ പരപ്പനങ്ങാടിയിലായിരുന്നു. ഇവരുടെ ഈ കോതാങ്കലത്ത് ഒരു ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ കോളേജ് ഉണ്ട്. അവരായി വിടണേ പിള്ളേരൊക്കെ. അപ്പൊ ആശുപത്രിയൊക്കെ സെലക്ട് ചെയ്ത് ഇവിടെ 6 മാസം പഠിച്ചിട്ടാ കൊച്ചങ്ങോട്ട് വന്നു. പാരാമെഡിക്കല് OT ടെക്നോളജി എന്റെ 2ാമത്തെ മോള് എടുത്തായിരുന്നു. ഈ ജനറൽ മാനേജറിനെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ മകൾ പരാതി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഇങ്ങനെ അയാൾ കുറിച്ചാ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ശരിയാ, 1.5 മാസം മുമ്പ് വിഷയം ഉണ്ടായി. ഞാൻ ഓടി വാന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞോണ്ട് വിളിച്ചു. അപ്പൊ ഞങ്ങൾ രാത്രിയായിരുന്നു മരു കഴിഞ്ഞപ്പോ. അപ്പൊ എനിക്ക് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലായിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് കരഞ്ഞു നിലവിളിച്ച് അവിടെ എത്തി. നിങ്ങൾക്ക് എന്താ ജോലി? എന്താ? എനിക്ക് മീൻ കച്ചവടം, 2 വീലറിലെ മീൻ കച്ചവടം, 20 മീൻ കച്ചവടം. തൊടുപുഴയിലാണോ? തൊഴിലല്ല, പല്ലാരമംഗലം അടിവാരല്ലേ? നേരത്തെ ഞാൻ തൊടുപുഴ താമസിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഈ വൈഫ് ഹൗസിലാണ് താമസിക്കണേ, ഈ എറണാകുളം ജില്ല. നേരത്തെ ഇടുക്കിയിലായിരുന്നു. അന്ന് നിങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നോ? അങ്ങനെ അന്ന് വന്നായിരുന്നു. രാത്രി വന്നിട്ട് GM-നെ കാണാൻ പറ്റില്ല. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങള് ജ്യേഷ്ഠൻപുള്ളി വേങ്ങര താമസിക്കുന്നുണ്ട് എന്റെ ജ്യേഷ്ഠനെ. എന്നിട്ട് ജ്യേഷ്ഠന്റെ വീട്ടിൽ പോയി കിടന്നിട്ട് രാവിലെ വന്ന് GM-നെ കാണാൻ 10 മണിയായപ്പോ കൊച്ചു പറഞ്ഞ് 10 മണിയായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ GM-നെ കണ്ടപ്പോ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ കൊച്ചിനോട് ചെയ്യേണ്ടാത്ത തെറ്റിനെ ചോദ്യം ചെയ്തു. അപമര്യാദയായിട്ട് സംസാരിച്ചു, ഇൻസൾട്ട് ചെയ്ത്. അതുകൊണ്ടാണ് അവള് കരഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങള് GM-നെ കാണാൻ വേണ്ടി 3 മണിക്കൂർ ഇരുന്ന പിന്നെ കണ്ടു. അയാൾ മുറിയിലേക്ക് വരില്ല. ഞങ്ങൾ അതിലേ മാറി നടക്കും. എന്നിട്ട് ഞങ്ങൾ കയറി ലാസ്റ്റ് കണ്ടിട്ടാ പോകുന്നത്. നാസാറിനെ കണ്ടു. സർജൻ നാസാറിന്റെ കീഴിലായി കൊച്ചു വർക്ക് ചെയ്യണേ. അപ്പൊ നാസാറിന്റെ കൈ ഒടിഞ്ഞിരിക്കുക. വണ്ടിയിൽ നിന്ന് വീണ്. വണ്ടിയിൽ നിന്നല്ല, വീട്ടിൽ തന്നെ വീണ്. എന്നിട്ട് വിരല് പൊട്ടിയിരുന്നിട്ട് ഈ പേന മേടിച്ചു വരെ എഴുതാൻ പാടില്ലാണ്ടും ഈ കൊച്ചാണ് എഴുതി കൊടുത്തു ചീട്ട് വരെ.
ആ നാസാറിന്റെ കീഴിലാണ് ഈ കൊച്ചു വർക്ക് ചെയ്തത്. അപ്പൊ നാസാർ പറഞ്ഞു ഈ കൊച്ചുള്ളതുകൊണ്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ വന്നേക്കണം, അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കണ്ടെന്ന്. ആ ചീട്ടും എല്ലാം എഴുതി കൊടുക്കുന്നു. അപ്പൊ എല്ലാ നഴ്സുമാരും അങ്ങനെ ചീട്ട് എഴുതി കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു. ഈ കൊച്ചു നല്ല ഒരു ഫാന് പോലും എടുത്തു വെക്കേണ്ട, എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തോളും. നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒരു ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ നഹാസാർക്ക് നിലപാട് എന്തായിരുന്നു നിങ്ങളോട്? നഹാസാർ ഇതുവരെ വിളിച്ചിട്ടും കൂടെ ഇല്ലായിരുന്നു. പെരുന്നാളിന് ഇറച്ചി ഇവിടുന്ന് ഉണക്കിക്കൊണ്ടേ ആൾ കൊടുക്കും. അത്രയും മകൾ അവരോട് കടപ്പാട് സ്നേഹം കാണും. പെരുന്നാളിന് എന്നിട്ട് നല്ല ഇറച്ചിയാന്നൊക്കെ പറഞ്ഞ് കൊച്ചെനിക്ക് വിളിച്ചു. സാറ് പറഞ്ഞു ഒറ്റ ഇരിപ്പിന് മൊത്തം തിന്നു തീർന്നു. എന്നിട്ട് ആ ആള് നിങ്ങളുടെ മകള് മരണപ്പെട്ടിട്ടൊന്ന് വിളിക്കുകയോ നിങ്ങൾ ഇതുവരെ വിളിച്ചിട്ടില്ല. 2 സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണേ. അപ്പൊ 1 കൊല്ലമായിട്ട് പഠിച്ചു തന്നെ ഉള്ളതാണ്. അവർക്ക് വേറെ സർട്ടിഫിക്കറ്റും പിന്നെ 2.5 കൊല്ലം നിൽക്കുന്നവർക്കേ വേറെ നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നല്ല സർട്ടിഫിക്കറ്റ് വേണം. അതുകൊണ്ടാണ് കൊച്ചു പിടിച്ചിരുന്നത്. ഇനി ഓറ്റിയും കൂടെ അല്ലേ, അതുകൊണ്ട് നല്ല പഠിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ, പെട്ടെന്ന് പഠിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ ചിരട്ടമുട്ട് മാറ്റി വെക്കലോ അങ്ങനെയുള്ള കേസൊക്കെ. ഒരിക്കലും മകളുടെ ഈ ഒരു അവസ്ഥ പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല. തലേ ദിവസം വിളിച്ച് 2 മണിക്കൂർ വീഡിയോ കോൾ വിളിച്ചാലേ, സന്തോഷത്തോടു കൂടി എല്ലാവർക്കും വിളിച്ചാലേ. അപ്പൊ എല്ലാവർക്കും വിളിച്ച ഇവിടെ ഇങ്ങോട്ട് ലഡു മേടിച്ചു കൊടുക്കാനൊക്കെ പോവാണ്, ഞാനും വരാന്നൊക്കെ പറഞ്ഞു. 80 ലഡു ആണ്, 80 സ്റ്റാഫുണ്ട് അവിടെ. അവർക്ക് എല്ലാവർക്കും സന്തോഷം. സാറിന് ഉടുപ്പെടുത്ത് വെച്ചേക്കായിരുന്നു റൂമിലത്. മകള് യാത്രയാവുന്നതിന് മുമ്പ് എന്തെങ്കിലും സംസാരിച്ചിരുന്നു അമ്മയോട്? എന്നോട് തലേന്ന് വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചത് 1.5 മണിക്കൂർ. അന്നേരം നല്ല ഹാപ്പിയിലായിരുന്നു കൊച്ച്. ബാക്കിയൊക്കെ ശരിയായി, ഇനി സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി അങ്ങനെയാണ് പറഞ്ഞു. 15-ാം തീയതി കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് വിളിച്ചിട്ടില്ല കൊച്ച്. ഇങ്ങനെ കൊച്ചിന് സുഖമല്ലാന്ന് ശനിയാഴ്ച അറിയണു. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കൊച്ചിനെ. പിറ്റേ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാണ് ഞങ്ങൾ അറിയണത്. ഒരു 9 മണിയോട് കൂടി കൊച്ചു മരിച്ചു. ഇങ്ങനെ ഇതായിരുന്നു. പക്ഷെ ഗുളിക കഴിച്ചാണ് മരിച്ചതെന്നൊന്നും ഞാൻ അറിയണില്ല. അതൊക്കെ ഞങ്ങൾ വൈകുന്നേരമായ പിന്നെ അറിയണത്. മറവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കൊച്ചങ്ങനെ ചെയ്യൂല. എൻ്റെ പിള്ള അങ്ങനെ ചെയ്യാനുള്ള ഒരു 99% ഇല്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ആക്റ്റീവായിട്ട് എന്ത് കാര്യത്തിലും ഇതായി നിൽക്കുന്ന ഒരു പുള്ളിയാണത്. വിദേശത്തേക്ക് പോകാൻ ഒത്തിരി ആഗ്രഹമായിരുന്നു നോക്ക്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ചെറിയ ക്ലിനിക്ക് കയറി 6 മാസം നിന്നിട്ട് എല്ലാം ശരിയാക്കി കയറിപ്പോകണം. കയറിപ്പോയി കഴിഞ്ഞ് ഉമ്മയും വാപ്പിയൊന്നും ഒരു പണിക്കും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച് കൊച്ചു പോയതാണ്. പിന്നെ കാണുന്നത് ഞങ്ങളിങ്ങനെയാണ്. ഈ GM എന്ന് പറഞ്ഞ ആൾക്കുടെ കാര്യം 2 തവണ കൊച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊച്ചിനെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയണേ. സർട്ടിഫിക്കറ്റ് തരൂലെന്ന്. എനിക്ക് 15-ാം തീയതി അങ്ങോട്ട് പോകണം, സർട്ടിഫിക്കറ്റ് 15-ാം തീയതി തരൂല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതൊക്കെ ഞങ്ങൾ പിന്നീടാണ് അറിയണത്. കൊച്ചു മരിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ആയതുകൊണ്ട് കൊച്ചൊന്നും പറഞ്ഞില്ല. കിട്ടി എങ്ങനെയെങ്കിലും പോരാന്നുള്ള ഒരു ഇതിൽ കൊച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾ വളരെ സില്ലി മൈൻഡാണ്. കാരണം വളരെ എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല. ലൈഫിൽ ഇതൊരു അവസാന വാക്കല്ല. പൊന്നു മക്കളെ, ആരെങ്കിലും ജോലി സ്ഥലത്തൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അപ്പോൾ ഞാനടക്കം നമ്മളെല്ലാവർക്കും എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകലുണ്ട്. നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഇതുപോലെ ഒന്നും സംഭവിക്കലല്ല. അപ്പോൾ ആ ഒരു പെൺകുട്ടി കരുതിയിട്ടുണ്ടാവുക, ഇവിടെ നിന്ന് ഈ കുറ്റിപ്പുറം, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്ന് ഇവിടുന്ന് നഴ്സൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് നല്ലൊരു സെറ്റിലാവുക, നല്ല സന്തോഷമായിട്ട് ജീവിക്കുക, വാപ്പാടിമാരി സങ്കടങ്ങളും മാറ്റി സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക. ഈ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും ആ പാവം പെൺകുട്ടികൾ ഉണ്ടാവുക. ഒരു നിമിഷം ഇയാൾ ഇതൊന്നും തരില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും തകർന്നു പോകേണ്ടതല്ല. പിന്നെ ഭൂമിയിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടൊന്നും ഒരു കരുണ കാണിക്കാത്ത നമ്മുടെ ഈ ഒരു ആളുകളുണ്ട്. എവിടെ ചെന്നാലും കാണാം. നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മുടെ സുപ്പീരിയർ ഓഫീസറായ ആളുകൾ നമ്മളോടൊക്കെ ഉള്ളൊരു പെരുമാറ്റം എന്തോ ഒരു അടിമകളോട് പെരുമാറുന്ന പോലെയാണ്. ഇവിടെ ഈ ജോലിയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. ടെക്സ്റ്റൈൽസിലൊക്കെ ജോലിക്കാരോട് ചോദിച്ചാൽ ഒന്നും ഇരിക്കാൻ പോലും സമ്മതിക്കൂല. അപ്പോൾ അത്രയും ക്രൂരമായ പീഡനങ്ങൾ. ഈ പാവം ഉപ്പനെ എന്ത് വാക്ക് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാന്ന് പറ്റൂല. ഹോസ്പിറ്റലുകാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും ജനറൽ മാനേജർ തലേക്കൊണ്ടിടും. മാനേജ്മെന്റിനോട് പറയാണ് ഇതുപോലെ പെരുമാറാവൂ എന്ന് പറഞ്ഞിട്ടാണ് പല മാനേജർമാരും ഇത്തരത്തിൽ വളരെ ഹാർഡായിട്ട് ചെയ്യാം. എന്നിട്ട് പ്രശ്നം വന്നാലൊക്കെ ആരുടെ തലയിലായി? ജനറൽ മാനേജർ തലയിലായി. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? ആ പെൺകുട്ടി സന്തോഷത്തോടു കൂടി തലേ ദിവസം ഉമ്മാക്ക് വീഡിയോ കോൾ ചെയ്ത് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് എന്താ പറയുക, ഡയറി മിൽക്ക് വരെ മേടിച്ചു കൊടുത്ത്, ബീഫ് വരെ കൊണ്ടുകൊടുത്ത് അങ്ങനെ പോയിരുന്ന ഒരു പാവം കുട്ടി ഇന്ന് ആ കുടുംബത്തിലുള്ളത് ഒരു ഓർമ്മ മാത്രമാണ്. അപ്പോൾ മാനസിക ആരോഗ്യം ഒരു പ്രധാനമായിട്ടാണ്. നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു രംഗം അതോടുകൂടി അവസാനിപ്പിക്കലല്ല, മറിച്ച് പൊരുതി ജീവിക്കുക. നമ്മളെ തോൽപ്പിക്കുന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കല. എന്തൊക്കെ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയാണ് ലൈഫിൽ വലിയൊരു പ്രശ്നം. പിന്നെ ഇത് പെട്ടെന്ന് കണ്ട് കേൾക്കുന്ന ഷോക്കിങ്ങിലാണ് ഒരു ഡിസിഷൻ എടുക്കുക, എന്നിട്ട് അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വളാഞ്ചേരിയിൽ എൻ്റെ ഭാഗത്തുള്ള ഒരു ഹോസ്പിറ്റലിലത്തെ ഒരു ഡോക്ടറുടെ ഭാര്യ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. അവരിതുപോലെ ഡിപ്രഷൻ രോഗിയാണ്. ഞാൻ മരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പാവം എന്താ ചെയ്യുക, നമ്മൾ ആ ഒരു അമീനക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. പാവ പെൺകുട്ടിക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ.
ആ ഒരു അത്രയും വിഷമം സഹിക്കാൻ വയ്യാതായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ആ ഉപ്പയുടെ സങ്കടം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. നമുക്ക് ആശ്വസിപ്പിക്കാനും എന്താ പറയുക പ്രാർത്ഥിക്കാനും നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കാം, ഇതൊരിക്കലും നമ്മൾ എന്ത് ചെയ്ത് ലൈഫ് അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക് ആവരുത്. ഈ അമീനയുടെ വിഷയം ഇതിന് മുൻപ് മാധ്യമങ്ങളൊക്കെ വാർത്ത വന്നിരുന്നു. നമ്മളൊന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയട്ടെ എന്ന് കരുതിയത്. അങ്ങനെയാണ് ഞാൻ ഉപ്പാക്ക് വിളിച്ചത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു മനക്കരുത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഒരിക്കലും ദമ്പതികളാവട്ടെ എന്തോ ആവട്ടെ ജീവിതം എന്ത് ചെയ്തത് അവസാനിപ്പിക്കാനുള്ളതല്ല.